ഇന്നും ഞാനൊരു അനുഭവം കൊണ്ടാ വന്നിരിക്കണേ കേട്ടോ. അമൃത എന്നൊരു ഭക്ത, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് അമൃത. അമൃത നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനെ പറയാറില്ലേ എപ്പോഴും ഗുരുവായൂരപ്പനോട്, ഇവിടെ ഗുരുവായൂർ വന്നതായിട്ട് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ മുൻകൂട്ടി പറഞ്ഞ് ഭഗവാനോട് നമസ്കരിച്ചിട്ട് വന്നോളൂ, എല്ലാം ഗുരുവായൂരപ്പൻ നടത്തി തരുന്ന ആ ഒരു പ്രാർത്ഥന കേട്ടിട്ട് അമൃത ഇതുപോലെ ചെയ്തു. ഗുരുവായൂരപ്പനോട് പറഞ്ഞു, എനിക്ക് ഗുരുവായൂരപ്പനെ ചാർത്തിയ ഒരു പട്ടുകോണകം കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുത് നമസ്കരിച്ചിട്ടാണ് അത്രേ വീട്ടിൽ നിന്ന് വന്നത്. ഇവിടെ വന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി മേൽശാന്തിയുടെ അടുത്ത് നിന്ന്, ഗണപതിയുടെ പുറകിലിരിക്കുന്ന മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദം വാങ്ങിയ സമയത്ത് കദളിപ്പഴവും ചുവന്ന ഒരു കഷ്ണം തുണിയും തന്നു അത്രേ. ഇതാണ് പട്ടുകോണകം എന്നുള്ളത് അമൃതയ്ക്ക് അറിയില്ല. അപ്പോൾ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് അമൃത വിചാരിച്ചത്രേ, ഇത് തന്നെയാണോ പട്ടുകോണകം? എനിക്കിത് മനസ്സിലാവണില്ലല്ലോ. ഒരു കദളിപ്പഴവും ഗുരുവായൂരപ്പനെ നേദിച്ചത് കിട്ടിയിട്ടുണ്ട്, കളഭവും താമരപ്പൂവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന ഒരു ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു അത്രേ, ഇതൊക്കെ പൊതിയാൻ കുട്ടിക്ക് കടലാസ് വേണോ എന്ന് ചോദിച്ചു. അപ്പം ശരി തന്നോളൂ എന്ന് പറഞ്ഞ് ആ കടലാസ് വാങ്ങിയ അമൃത ആ കടലാസിൽ പൊതിഞ്ഞ് ഈ ഒരു പട്ടുകോണകവും മറ്റ് എല്ലാ പ്രസാദങ്ങളും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം എന്നെ വിളിച്ച് ചോദിച്ചു, എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ചോദിച്ചു, ഇതാണോ പട്ടുകോണകം ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പട്ടുകോണകം. വലിയ സന്തോഷമായി. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഇതിൻ്റെ അത്ഭുതം, എനിക്ക് അവിടെ നിന്നൊരു ചേച്ചി ഒരു കടലാസ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആ കടലാസ് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ എനിക്ക് നേരിട്ട് എൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാനെ ചാർത്തിയ ഒരു പട്ട് തന്നതുപോലെയായി. എനിക്കത് വലിയ സന്തോഷമായി. എത്ര പറഞ്ഞിട്ടും എനിക്കതിൻ്റെ സന്തോഷം തീരണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്കും ഉണ്ടാവില്ലേ അനേകം അനുഭവങ്ങൾ? ഒരുപാട് ആഗ്രഹിച്ച് ഗുരുവായൂർ വന്നാൽ, ഗുരുവായൂരപ്പനെ ഒന്ന് കാണണമെന്ന് മോഹിച്ചാൽ ഗുരുവായൂരപ്പൻ അതിൻ്റെ അപ്പുറത്തേക്ക് സാധിച്ചു തരും അല്ലേ? അതാണ് നമ്മുടെ ഉണ്ണിയുടെ മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ആരും മുടങ്ങാതെ നാരായണനാമം ജപിക്കാനും നമസ്കരിക്കാനും മറക്കണ്ട കേട്ടോ. നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടോളൂ. ഉറപ്പായിട്ടും കൃഷ്ണൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും.